ടി.എൻ. പ്രതാപൻ മണലൂരിൽ മികച്ച വിജയം നേടുമെന്നുറപ്പായപ്പോൾ പരാജയം മുന്നിൽ കണ്ട ബിജെപിയും സിപിഎമ്മും വ്യാജ ആരോപണങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും കെപിസിസി മുൻ പ്രസിഡന്റുമായ വി.എം. സുധീരൻ. വാടാനപ്പള്ളിയിൽ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകിയ ടി.എൻ. പ്രതാപനെ അനുമോദിക്കാൻ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ എത്തിയതായിരുന്നു അദ്ദേഹം. അനീതി എവിടെ കണ്ടാലും അതിനെതിരെ പ്രതികരിക്കുക എന്നത് പ്രതാപന്റെ ശൈലിയാണ്. ജനങ്ങളെ ചേർത്ത് നിർത്തുമ്പോഴും ജനഹിതമനുസരിച്ച് ജനാധിപത്യം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന പൊതുപ്രവർത്തകനാണ് പ്രതാപൻ. തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് പണവും പാരിതോഷികങ്ങളും നൽകി ബിജെപി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. ജനാധിപത്യ വിശ്വാസികൾ ഇതിനെതിരെ കരുതിയിരിക്കണം. ബിജെപിക്കും ഇടതുപക്ഷത്തിനും വേണ്ടി വിടുവേല ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും നിയമത്തിനു മുന്നിൽ മറുപടി പറയേണ്ടി വരും. ഈ കിറ്റ് വിവാദത്തിലും അതുപോലെ വോട്ടർ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾക്ക് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച ബിജെപി ആരോപണം മാധ്യമങ്ങളിലെല്ലാം ഏറ്റവും പ്രാധാന്യത്തിൽ വന്നിരിക്കുകയാണ്. ജനങ്ങളെ ശക്തമായി പരാതി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യം നീതിബോധത്തോടുകൂടി നിഷ്പക്ഷമായി നിയമം അനുശാസിക്കുന്ന രീതിയിൽ നിയമത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളുന്ന രീതിയിൽ അവർ പ്രവർത്തിക്കണം. ഇതിലേക്ക് മുന്നോട്ട് വരണം. മണലൂർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മികച്ച ഭൂരിപക്ഷത്തിൽ ടി.എൻ. പ്രതാപൻ വിജയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF പ്രതാപൻ മണലൂരിൽ ഞാൻ കണക്കൊന്നും പറയുന്നില്ല, പക്ഷെ മണലൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല റെക്കോർഡ് രൂപത്തിലൂടെ പ്രതാപൻ ജയിക്കും. അത് നമുക്കറിയാം, നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് മാത്രമല്ല, CPI-കാർക്കും അത് മനസ്സിലായിട്ടുണ്ട്, BJP-കാർക്കും അത് മനസ്സിലായിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് അശോക് തൻവർ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ASM അസ്ഗർ അലി തങ്ങൾ, കൺവീനർ KK ബാബു, KP ശശികുമാർ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, CJ സ്റ്റാൻലി, സുബൈദ മുഹമ്മദ്, ക്ലമൻ ഫ്രാൻസിസ്, PK രാജൻ, ഗ്രേസി ജേക്കബ്, ജിയോ ഫോക്സ് എന്നിവർ സംബന്ധിച്ചു.